മഴ തോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അവതക്കുട്ടിയും അതുപോലെ സ്റ്റാൻലി, അലീന എല്ലാവരും സെറ്റിൽ നിന്ന് തിരിച്ചെത്തുകയാണ്. അവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്കും അവിടെയുള്ള ജോലിക്കാർ ഒന്നാമത് പൗലോസൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് അലീനയെ കണ്ടപ്പം മുതൽ. ഇനി ആ വീട്ടിൽ ഭരണം തുടങ്ങുന്നത് ഇവളായിരിക്കും. എന്തായാലും അവൾ പറയുന്നത് നമുക്കൊന്നും അനുസരിക്കണ്ട, മോളാന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അവൾ പക്ഷേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവളൊരിടത്ത് വേലയ്ക്ക് നിന്ന വേലക്കാരിയാണെന്നല്ലേ പറഞ്ഞേ, പിന്നെ നമ്മൾ അവളെ അനുസരിക്കുന്ന കാര്യമുണ്ടോ എന്നൊക്കെ ബാക്കിയെടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് പറയുക അവതക്കുട്ടി പറയുന്നുണ്ട്, എന്തായാലും ഏത് കാര്യവും പറയുമ്പോഴത്തേക്കും നിങ്ങൾ അവളെ ചവിട്ടി പറയുന്നത് ശരിയല്ല. അവളെ ഇവിടുത്തെ കുട്ടിയാണെന്ന് നിനക്കറിയാലോ, ഇവിടുത്തെ മുതലാളിയുടെ മോളാണ് നിങ്ങളുടെ. അതുകൊണ്ട് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ കേട്ടിട്ട് പറയുക, എന്തായാലും പൗലോസിൻ്റെ വാക്കുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ വാക്കുകളൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് നീ നേരെ സംസാരിക്കണം കേട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വന്ന ഉടനെ ആ കിളവൻ്റെ വായിരുന്ന് കേട്ടല്ലോ എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട് ഡ്രൈവറിൻ്റെ അടുത്ത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ആ കൊച്ചു വന്നേ പിന്നെയാ ഈ വീട്ടിൽ ഒരു വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അത് സാറിനും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്ലാൻലി അകത്തേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അലീനയെ. അങ്ങനെ അലീന വരുന്നുണ്ട്. വരുന്നപ്പോഴത്തേക്കും സ്ലാൻലി പറയുക, കുറേ നേരമായി ഞാൻ കഴിക്കാൻ വിളിക്കുന്നുണ്ട്, എന്താ വരാത്തത്? ഇല്ല, എനിക്കിതൊരു ക്ഷീണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കിടക്കുമായിരുന്നു എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കഴിച്ചിട്ട് പോയി കിടന്നോ, കുഴപ്പമില്ല കേട്ടോ, എല്ലാം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് സ്റ്റാൻലി മുകളിലേക്ക് പോകുന്നുണ്ട്. പറയുക, എൻ്റെ മോള, അതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുടെ വളർന്ന നീ വിഷമിക്കാൻ പാടില്ല ഒന്നിനും. ഏത് കാര്യവും എൻ്റെ അടുത്ത് പറയണം, അല്ലാതെ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യവും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവതക്കുട്ടി പറയുക, എന്തായാലും നമുക്ക് കിട്ടിയ ഒരു പൊന്നു മോളാ നീ, നിന്നെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പൗലോസ് പറയുക, ഈ കിളവൻ വല്ലാത്തൊരു സാധനം തന്നെയാണ്. വരുമ്പോഴത്തേക്കും അലീനയെ ഒന്ന് ചവിട്ടി പുറത്താക്കാമെന്ന് പറഞ്ഞ ആള് ഇപ്പം എന്നെ ചവിട്ടി പുറത്താക്കാൻ പോകുന്നു. എന്തായാലും ഇയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറുന്നുണ്ട് അലീന. അവിടെ പോയപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ ഭക്ഷണ സാധനങ്ങളെല്ലാം വേസ്റ്റാക്കി കവറിലൊക്കെ ആക്കി കൊടുത്തയക്കാനൊക്കെ നോക്കുക. ഇത് കണ്ടിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അലീന. ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന എത്ര ആൾക്കാരുണ്ടല്ലോ, അതിന് ഇവിടുന്ന് കളയാണോ ചെയ്യുന്നത് ഇത് വേസ്റ്റാക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ അകത്ത് വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് പുറത്ത് വയ്ക്കുന്നൊക്കെ പറഞ്ഞ് പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് പറയാ, ഞാൻ ചെയ്യില്ല, നീ പറയുന്നത് എന്തിനാ ഞാൻ അനുസരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുക, ഈ വീട്ടിലെ ഞാൻ പറഞ്ഞ ശേഷം ഇയാൾ ഇത് ചെയ്തില്ല എങ്കിൽ ഇനി ഈ വീട്ടിലെ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഇത് ചെയ്തിട്ട് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്ന അവതക്കുട്ടി വിചാരിക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ പൊന്നമ്മയുടെ അതേ സ്വഭാവം തന്നെ, ആ വീറും വാശിയും എല്ലാം ഇവക്കും കിട്ടിയിട്ടുണ്ട്. അവൾ പറഞ്ഞോട്ടെ, ഞാൻ മിണ്ടാതിരിക്കാം, എനിക്ക് പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, പക്ഷെ അവൾ പറയുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് തലയാട്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യം വന്നിട്ട് അയാൾ പോയിട്ട് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് മുകളിൽ പോയി പറയാൻ പോയിരിക്കുക. ആ സമയത്ത് അവതക്കുട്ടി പറയുക, മോള് പറഞ്ഞ കാര്യം നന്നായി, ഞാനും പണ്ടേ പറയാൻ വേണ്ടി വിചാരിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ, പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അവൻ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് കളയായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇന്ന് ചോദിക്കാനും പറയാനും അവൻ ആളുണ്ട് എന്നവൾ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും വഴക്കും പറഞ്ഞ് നടക്കുന്ന അവനാ, പക്ഷേ ഇപ്പോൾ ഒരു പൂച്ചയെപ്പോലെ ആയിരിക്കുന്നു. അത് മോളുടെ ഈ വരവോട് കൂടിയ, അല്ലെങ്കിൽ ഇവിടെ അവൻ വിറപ്പിക്കുമായിരുന്നു, ഇവരൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുമായിരുന്നു. പക്ഷേ ഒരേ ഒരു കാര്യമുണ്ട്, ഇവരൊന്നും ഈ അടുക്കളയിൽ എന്താ നടക്കുന്നത്, ഇവിടെ എന്താണെന്ന് ഒന്നത്തെ കാര്യവും അവനറിയില്ല. അതാ ഏറ്റവും വലിയൊരു സത്യം എന്നൊക്കെ പറയുന്നുണ്ട് അവതക്കുട്ടി. എന്നാൽ അലീനയെടുത്ത് ഇതെല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം പോയി പറഞ്ഞ സ്റ്റാൻലി വരുന്നുണ്ട് അടുത്തേക്ക് അലീനയുടെ.
അങ്ങനെ അലീനടുത്ത് ചോദിക്കുക, ഇവിടെ പൗലോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു, എന്താ ഇവിടെ നടന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കാൻ പാടില്ല, അതിന് നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, നീ അടുക്കളയിലുള്ള കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നിനക്ക് നീ കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുക, കഴിച്ചിട്ട് പോവുക, അത് മാത്രം നീ ചെയ്താൽ മതി. എന്തൊക്കെ ചെയ്തിട്ടാ അവളെ ഈ മാറ്റം ഞാൻ മാറ്റിയെടുക്കുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ആ സമയത്ത് അലീന അടുത്തേക്ക് പോകുന്നുണ്ട് സ്റ്റാൻലിയുടെ. എന്തായാലും എന്നെ വഴക്ക് പറഞ്ഞതിലല്ല എനിക്ക് വിഷമം, നിങ്ങളാണെങ്കിൽ ഒന്നിനും ഒരു രീതിയിലും നല്ലത് മാത്രം പ്രവർത്തിക്കുക, എനിക്കത് മാത്രമേ ഉള്ളൂ. കാണുന്ന തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക, അത് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ. പക്ഷേ എന്നെ ശകാരിച്ചത് എന്തിനാണെന്ന് പോലും എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല ഇത്രയും കാലം. ആ ബാലചന്ദ്രൻ അച്ഛനാണെങ്കിൽ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ആരുമില്ലായിരുന്നു സപ്പോർട്ടിന്, പക്ഷെ എൻ്റെ കൂടെ നിന്നായിരുന്നു എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ അവിടെ അടുക്കളയുടെ ഫുൾ കാര്യം ഞാനാ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആവശ്യത്തിന് എല്ലാം ഉണ്ടാക്കിയുള്ളൂ. അതുമാത്രമല്ല ഒന്നും വേസ്റ്റ് വെക്കുകയില്ല, അത് ഞാൻ പഠിച്ചൊരു ശീലമാണ്. അത് ഞാൻ ഇവിടെ പറഞ്ഞതാ, സ്വന്തം വീട് പോലെ പറഞ്ഞതിൽ എനിക്ക് കിട്ടിയിരിക്കുക. ഇപ്പം അച്ഛൻ്റെ കയ്യിൽ തന്നെയാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോളതിലെ വിഷമിക്കരുത്, ഞാനാണെങ്കിൽ സങ്കടം കൊണ്ടാ എനിക്ക് കണ്ണ് നിറഞ്ഞു പോകുന്നത്, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ നിമിഷം അയാളാണെങ്കിൽ ആലോചിക്കുന്നുണ്ട് തൻ്റെ മകളെടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ പണ്ട് അനുഭവിച്ചത്, എല്ലാ ദുരിതത്തിലൂടെ വളർന്നത്, ഒരിക്കലും മറക്കാത്ത ഒരു കുട്ടിയായിട്ട് ഇന്നും ജീവിക്കുന്നത് ഇവൾ മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോരുത്തർ എത്ര സൗഭാഗ്യമുണ്ടായിരുന്നിട്ട് ഇതെല്ലാം വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാർ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവളെ അടുത്ത് കണ്ടപ്പോഴത്തേക്കും എന്നൊക്കെ സ്വന്തമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് അവതക്കുട്ടി പോകുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടിയുടെ അടുത്ത് പറയുക, എന്തായാലും ഞാനാണെങ്കിൽ മനസ്സിലാക്കിയത് കുട്ടിയല്ല അവള് എന്നെക്കാളും കുറേ പാഠങ്ങൾ പഠിച്ചവളാ, അതുകൊണ്ടാ എന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ബുദ്ധിയുള്ള കുട്ടി തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, നീയല്ലേ പറഞ്ഞത് അവൾക്ക് ബുദ്ധിയില്ലെന്ന്, പക്ഷെ അവൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് നീ കരുതരുത്, എല്ലാ വിവരവും അവൾക്കുണ്ട്. അത് അനുസരിച്ച് നീ ഇനി അവളെ പഠിപ്പിക്കുക, അതാണ് നീ ആദ്യം ചെയ്യേണ്ടത്. അടുക്കളയിൽ ഒതുങ്ങിക്കൂടുകയോ ഈ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടേണ്ട കുട്ടിയല്ല, അവളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക, അതാ നിന്റെ ലക്ഷ്യം ഇനി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടത് അത് ശരി തന്നെയാ, അവളെ ഞാൻ തുടർന്ന് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് നല്ല ഒരു പൊസിഷനിൽ ഞാൻ ആക്കും, അവളെ എൻ്റെ മകളായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അവതക്കുട്ടി പറയുക, അതാണ് ഒരു അച്ഛൻ്റെ കടമ, ഞാനാണെങ്കിൽ നിന്നെ എന്തുമാത്രം നല്ല രീതിയിൽ വഴി നടത്താൻ നോക്കിയോ അതുപോലെ നിന്റെ മകളെ നീ അതേപടി നീ ആക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് വൈജയന്തി, ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പണ്ടത്തെ 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിന്നതാ അപ്പച്ചൻ. അത് അപ്പച്ചൻ അറിയാലോ. പക്ഷേ അന്നത് നടന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഈ അലീന ഈ ഗതി വരില്ലായിരുന്നു, ഈ കേൾക്കേണ്ടി ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ പറ്റിപ്പോയ കാര്യങ്ങളാണ്, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിനെക്കുറിച്ച് നീ വിഷമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ അടുത്ത് പോവുക. എന്തായാലും നമുക്ക് ഒരു കാര്യം കാണിക്കാം, എനിക്ക് നിൻ്റെ അടുത്ത് എന്തായാലും എൻ്റെ സ്വത്തുക്കളായിരുന്നാലും എൻ്റെ ഇവിടത്തെയുള്ള എല്ലാ അവകാശങ്ങളും നിനക്കുള്ളതാ, ആ രാജകുമാരി തന്നെയായി ഈ വീട്ടിലെ ആ രീതിയിലുള്ള എല്ലാ രീതിയിലും ഞാൻ നാളെ നിന്നെ എല്ലായിടം കൊണ്ടുപോയിട്ട് നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, എനിക്ക് ഒന്നിനോടും ഒരാഗ്രഹവുമില്ല, പക്ഷേ ഞാനാണെങ്കിൽ ആഗ്രഹിച്ച ഒരു സമയമുണ്ടായിരുന്നു, അന്നൊന്നും എനിക്കിത് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും പ്രതികരിക്കാൻ എനിക്ക് തോന്നും, അത് ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അലീന. എന്തായാലും അതിനെക്കുറിച്ച് ഇനി പറഞ്ഞ് വിഷമിക്കണ്ട. എനിക്കിത് കേട്ടപ്പോൾ തന്നെയാണ് നീ എന്നെ ഓരോ നിമിഷവും എന്നെ കൊണ്ട് ഓരോന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് ലോകത്ത് ഞാനാണെങ്കിൽ ഉണ്ടായിരുന്നെന്ന് പോലും എനിക്ക് ഈ സമയത്ത് പറയാൻ കഴിയുന്നില്ല. നിന്നെക്കുറിച്ച് ചിന്തിച്ചതുമില്ല ഞാൻ. പക്ഷേ ആ ബാലചന്ദ്രനാണെങ്കിൽ ഇവിടെ